नमस्ते बच्चों, आप लोग कैसे हो? सब ठीक तो है ना? तो पिछले दिन हमने अब्राहम लिंकन के द्वारा लिखा गया पत्र मेरे बच्चे को सिखाए नामक पाठ के 2 पैराग्राफ पढ़ा था और आज हम तीसरी पैराग्राफ की ओर बढ़ रहे हैं. അപ്പോൾ കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ദിവസം മേരെ ബച്ചേക്കോ സിക്കായ എന്ന് പറഞ്ഞ പാഠം അബ്രഹാം ലിങ്കൺ ആണ് എഴുതിയിരിക്കുന്നത്. ആ പാഠത്തിൻ്റെ 2 പാരഗ്രാഫ് നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 3ാമത്തെ പാരഗ്രാഫാണ്. तो सभी लोग अपने अपने टेक्स्ट बुक लीजिए, हिंदी की पाठ पुस्तक लीजिए और उसमें ध्यान दीजिए. तीसरी पैराग्राफ की ओर ध्यान दीजिए. അപ്പോൾ എല്ലാവരും അവരുടെ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് 3ാമത്തെ പാരഗ്രാഫിലോട്ട് നോക്കുക. मैं पढ़ने जा रही हूँ, सभी लोग ध्यान दीजिए. अगर संभव हो तो उसे किताबों की मनमोहक दुनिया में अवश्य ले जाएं. साथ साथ उसे प्रकृति की सुंदरता, नीले आसमान में उड़ते आज़ाद पक्षी, सुनहरी धूप में गुनगुनाती मधुमक्खियाँ और पहाड़ के ढलानों पर खिलखिलाते जंगली फूलों की हंसी को भी निहारने दे. स्कूल में उसे सिखाए कि नकल करके पास होने से फेल होना बेहतर है. तो बच्चों, इसमें क्या बताया गया है? കുട്ടികളെ, ഇതിലെന്താണ് പറഞ്ഞിരിക്കുന്നത്? क्या आपको समझ में आया? नहीं ना? तो मैं आपको समझाती हूँ. इसमें अब्राहम लिंकन कहते हैं कि अगर संभव हो तो उसे किताबों की मनमोहक दुनिया में अवश्य ले जाएं. अब्राहम लिंकन कहते हैं कि वो क्या कहते हैं? അബ്രഹാം ലിങ്കൻ എന്താണ് പറയുന്നത്? എൻ്റെ മകനെ പുസ്തകങ്ങളുടെ മാസ്മരിക ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകണം. അതെന്താണ് അർത്ഥമാക്കുന്നത്? എൻ്റെ മകനെ ജ്ഞാനം ആർജിക്കാൻ പഠിപ്പിക്കണം, പുസ്തകങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കണം. യഹി ഇസ്മേ ബതായ ഗയാ ഹെ. तो अगली पंक्ति देखिए. साथ साथ उसे प्रकृति की सुंदरता. പിന്നീട് എന്താണ് അവനെ പഠിപ്പിക്കേണ്ടത്? പ്രകൃതി സൗന്ദര്യം അല്ലേ? അതായത് വെള്ളച്ചാട്ടങ്ങൾ, അരുവികൾ, അങ്ങനെ പ്രകൃതി സൗന്ദര്യം അവനെ ആസ്വദിക്കാൻ പഠിപ്പിക്കണം. और उसके बाद नीले आसमान में उड़ते आज़ाद പക്ഷി. നീലാകാശത്ത് സ്വതന്ത്രമായി പറക്കുന്ന പറവകളെ നോക്കി ആസ്വദിക്കാൻ പഠിപ്പിക്കണം. അതാണ് അബ്രഹാം ലിങ്കൻ തൻ്റെ മകൻ്റെ ടീച്ചറോട് പറയുന്നത്. अगला देखिए. सुनहरी धूप में गुनगुनाती मधुमक्खियाँ. ഇളം വെയിലിൽ നൃത്തം ചെയ്യുന്ന തേനീച്ചകളെ ആസ്വദിക്കാൻ പഠിപ്പിക്കണം. അതായത് എത്ര മനോഹരമായ കാഴ്ചയാണത്. ഇളം വെയിലിൽ തേനീച്ചകൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നതും പൂവുകളിൽ ചെന്ന് തേൻ ശേഖരിക്കുന്നതൊക്കെ വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ്. അതൊക്കെ എൻ്റെ മകനെ ആസ്വദിക്കാൻ പഠിപ്പിക്കണമെന്നാണ് അബ്രഹാം ലിങ്കൻ പറയുന്നത്. और पहाड़ के ढलानों पर खिलखिलाते जंगली फूलों की हंसी को भी निहारने दे. इसके साथ साथ क्या करना चाहिए? പിന്നീട് എന്താണ് ആസ്വദിക്കാൻ പഠിപ്പിക്കേണ്ടത്? പർവ്വത നിരകളിൽ വിരിയുന്ന പൂക്കളുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പഠിപ്പിക്കണം. നമുക്ക് എല്ലാവർക്കും അറിയാം, പർവ്വതനിരകളിൽ വിരിയുന്ന പൂക്കൾക്കൊരു പ്രത്യേക സൗന്ദര്യമാണ്, ഒരു പ്രത്യേക നിറവും ഭംഗിയൊക്കെയാണ്. അത് ആസ്വദിക്കാൻ തന്നെ വളരെ രസമുള്ളൊരു കാര്യമാണ്. അപ്പം അതൊക്കെ എൻ്റെ മകനെ ആസ്വദിക്കാൻ പഠിപ്പിക്കണം. स्कूल में उसे सिखाए कि नकल करके पास होने से फेल होना बेहतर है. സ്കൂളിൽ ഒരു കാര്യം കൂടെ പഠിപ്പിക്കണം. എന്താണത്?
സ്കൂളിൽ കോപ്പി അടിച്ച് പാസ്സാകുന്നതിനേക്കാട്ടും നല്ലത് എന്താണ്? തോൽക്കുന്നതാണ് നല്ലത്. അതായത് നമ്മൾ കോപ്പി അടിക്കുമ്പോൾ നമ്മൾ ഒന്നും തന്നെ പഠിക്കാതെ ഉള്ളൊരവസരം വരുമ്പോഴാണ് കോപ്പി അടിക്കുന്നത്, അല്ലേ? കുട്ടികൾ ഒന്നും തന്നെ പഠിക്കാതെ വരുമ്പോഴാണ് കുട്ടികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അറിയാതെ വരുമ്പോഴാണ് കുട്ടികൾ കോപ്പി അടിക്കുന്നത്. അപ്പം നമുക്ക് അറിയാത്ത കാര്യം കോപ്പി അടിക്കാതെ ഇരിക്കുക. അതിനേക്കാട്ടും നല്ലത് എന്താണ്? നമ്മൾ പരീക്ഷയിൽ തോൽക്കുന്നതാണ് നല്ലത്. കാരണം നമുക്കൊന്നും അറിയില്ല. നമുക്കൊന്നും അറിയാതെ വരുമ്പോഴാണ് നമ്മൾ പരീക്ഷയിൽ തോൽക്കുന്നത്. കോപ്പി അടിച്ച് പാസ്സാകുന്നതിൽ ഒരർത്ഥവുമില്ല എന്നാണ് अब्राहम लिंकन പറയുന്നത്. तो बच्चों क्या आपको समझ में आया आज का क्लास? ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ധന്യവാദ്.